ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 24. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തെ മാമബുദ്ധയഃ പരം ഭാവമജാനന്തോ മമാവ്യയമനുത്തമം. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ അഥവാ കൃഷ്ണൻ ഒരിക്കൽ അവ്യക്തഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്കറിഞ്ഞുകൂടാ. ഭാവാർത്ഥം: ദേവാരാധകർ അല്പജ്ഞാനികളാണെന്ന് മുമ്പ് പറഞ്ഞു. ഇനി അവ്യക്തഗതവാദികളെപ്പറ്റിയും ഇതുപോലെ പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ യഥാർത്ഥ രൂപത്തിലാണ് ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. എന്നിട്ടും അജ്ഞാനം കാരണം അവ്യക്തഗതവാദികൾ ഭഗവാൻ ആത്യന്തികമായി അരൂപനാണെന്ന് ശഠിക്കും. രാമാനുജാചാര്യൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട യമുനാചാര്യൻ എന്ന ഭഗവത് ഭക്തൻ ഈ വിഷയത്തെപ്പറ്റി യുക്തിയുക്തമായ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. ത്വാം ശീലരൂപചരിതൈഃ പരമപ്രകൃഷ്ടൈഃ സത്വേന സാത്വികതയാ പ്രബലൈശ്ച ശാസ്ത്രൈഃ പ്രഖ്യാത ദൈവപരമാർത്ഥവിധാം മതൈശ്ച നൈവാസുരപ്രകൃതയഃ പ്രഭവന്തി ബോധ്യം. ഭഗവാനെ, വ്യാസ നാരദാദികളായ ഭക്തന്മാർ അവിടുത്തെ പരംപുരുഷനെന്നറിയുന്നു. വൈദിക സാഹിത്യ പഠനം കൊണ്ട് അങ്ങയുടെ ഗുണരൂപ കർമ്മങ്ങളെപ്പറ്റി അറിവ് നേടിയവർക്ക് അവിടുത്തെ പരമപുരുഷനായി അറിയാൻ സാധിക്കും. എന്നാൽ രജസ് തമോ ഗുണാധീനർക്കും അസുരർക്കും ഭക്തിയില്ലാത്തവർക്കും അങ്ങയെ അറിയാൻ കഴിയില്ല. അവർക്ക് അവിടുന്ന് സുഗ്രാഹ്യനല്ല. ഉപനിഷത്ത് മുതലായ വൈദിക കൃതികളെയും വേദാന്തത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എത്ര തന്നെ നൈപുണ്യമുണ്ടെങ്കിലും ശരി, ഭക്തിയില്ലാത്തവർക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ലഭ്യമല്ല. സ്തോത്രരത്നം 12. വേദാന്ത സാഹിത്യ പഠനം കൊണ്ട് മാത്രം ഭഗവാനെ അറിയാനാവില്ലെന്ന് ബ്രഹ്മസംഹിതയും പ്രസ്താവിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതറിയാൻ കഴിയൂ. അതുകൊണ്ട് ദേവോപാസകർ മാത്രമല്ല, കൃഷ്ണാവബോധമേശാതെ വേദാന്തത്തിലും വൈദിക സാഹിത്യത്തിലും പ്രാവീണ്യം നേടി ഊഹാപോഹങ്ങൾ ചെയ്യുന്നവരും മന്ദബുദ്ധികളാണെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിഗതമായ ഭഗവത് സ്വരൂപം അവർക്ക് ഗ്രാഹ്യമല്ല. പരമസത്യം അവ്യക്തഗതമാണെന്ന് കരുതുന്നവരെ അബുദ്ധികൾ എന്നാണ് ഭഗവത്ഗീത നിർവചിച്ചിട്ടുള്ളത്. പരമസത്യത്തിൻ്റെ ആത്യന്തിക ഭാവമറിയാത്തവരെന്നർത്ഥം. ഭഗവത് സാക്ഷാത്കാരം അവ്യക്തഗത ബ്രഹ്മത്തിൽ ആരംഭിച്ച് സ്ഥാനീയ പരമാത്മാവിലേക്ക് ഉയരുന്നു. എന്നാൽ പരമസത്യത്തിൻ്റെ ആത്യന്തികമായ ഭാവം ഭഗവത് സ്വരൂപമാണ് എന്ന് ഭാഗവതം പറയുന്നു. ആധുനികരായ അവ്യക്തഗതവാദികൾ ഇതിലേറെ മന്ദബുദ്ധികളാണ്. കൃഷ്ണൻ പരമപുരുഷനാണെന്ന് സമ്മതിച്ചിട്ടുള്ള അവരുടെ മുൻഗാമിയായ ശ്രീപാദ ശങ്കരാചാര്യരെ പോലും അവർ ഇക്കാര്യത്തിൽ പിന്തുടരുന്നില്ല. ഈ അവ്യക്തഗതവാദികൾ പരമസത്യം ഗ്രഹിക്കാതെ കൃഷ്ണനെ ദേവകീ വസുദേവന്മാരുടെ പുത്രനെന്നോ ഒരു രാജകുമാരനെന്നോ ശക്തിമാനായൊരു ജീവാത്മാവെന്നോ കരുതുന്നു. ഇതിനെയും ഭഗവത്ഗീത തള്ളിപ്പറയുന്നു. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം. ഭഗവത്ഗീത 9:11. മൂഢന്മാർ എന്നെ വെറും ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു. ഭക്തിപൂർവം സേവനം നടത്താതെയോ കൃഷ്ണാവബോധം വളർത്തിയെടുക്കാതെയോ ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നതാണ് സത്യം. അഥാപി തേ ദേവ പദാംബുജത്വയ പ്രസാദലേശാനുഗൃഹീത ഏവഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ചാന്യ ഏകോപി ചിരം വിജിന്വൻ. ഭാഗവതം 10:24-29. ഹേ ഭഗവൻ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു പൊടിയെങ്കിലും ലഭിച്ചവന് അങ്ങയുടെ വ്യക്തിപ്രഭാവം മനസ്സിലാവും. എന്നാൽ ഭഗവാനെപ്പറ്റി ഊഹാപോഹങ്ങൾ നടത്തുന്ന കൂട്ടർക്ക് അതിന് സാധിക്കില്ലതാനും.
അനേക വർഷങ്ങളോളം വേദപഠനം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്കതിന് സാധിക്കില്ല. മനസാ അനുമാനിച്ചോ വൈദിക സാഹിത്യ ചർച്ച ചെയ്തിട്ടോ പരമപുരുഷനായ കൃഷ്ണനെയും അദ്ദേഹത്തിൻ്റെ നാമഗുണ രൂപങ്ങളെയും കുറിച്ച് ആർക്കും അറിയാൻ കഴിയുകയില്ല. അതിന് ഭക്തിപൂർവമായി ഭഗവത് സേവനം അനുഷ്ഠിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നിരന്തരം കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിച്ചു പോന്നാൽ മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. ഭക്തിയുത സേവനത്തിൽ ജപാനുഷ്ഠാനം ആദ്യപടിയാണ്. ഭക്തിയില്ലാത്ത അവ്യക്തഗതവാദികളുടെ വിശ്വാസം കൃഷ്ണന് ഒരു ഭൗതിക ശരീരമുണ്ടെന്നും ആ ദേഹവും അതിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം കേവലം മായികമാണെന്നുമത്രേ. മായാവാദികളെന്ന് വിളിക്കപ്പെടുന്ന ഇവർ പരമസത്യം അറിഞ്ഞിട്ടില്ല. കാമൈസ്തൈസ്ത്യർ ഹൃദജ്ഞാനാഹ പ്രപദ്യന്ത്യന്യ ദേവതാഹ. കാമാസക്തിയാൽ അന്ധരായിട്ട് അന്യദേവതകളെ സമീപിക്കുന്നു എന്ന് 20-ാം ശ്ലോകത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഭഗവാനെ കൂടാതെ ദേവന്മാരുണ്ടെന്നും അവരുടേതായി വെവ്വേറെ ഗ്രഹങ്ങളുണ്ടെന്നും ഭഗവാനും ഒരു ഗ്രഹമുണ്ടെന്നും ഉള്ളത് സർവസമ്മതമായ സത്യമാണ്. ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി. ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ദേവോപാസകർ ആ ദേവലോകങ്ങളിൽ പോകുന്നു. കൃഷ്ണഭക്തന്മാർ ഭഗവത് ധാമത്തിലും. എന്നിട്ടും മൂഢരായ അവ്യക്തഗത ബ്രഹ്മവാദികൾ ഭഗവാൻ വ്യക്തിഗതനല്ലെന്ന് സിദ്ധാന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഈ രൂപങ്ങൾ മായാനിർമ്മിതങ്ങൾ മാത്രം. ഗീതാപഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ദേവന്മാരും അവരുടെ ലോകങ്ങളും അരൂപങ്ങളെന്നാണോ? അല്ല. ദേവന്മാരാകട്ടെ ഭഗവാൻ കൃഷ്ണനാകട്ടെ അരൂപികളല്ല, സാകാര വ്യക്തികളാണവർ. സർവോത്കൃഷ്ടനായ പുരുഷനത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന് തൻ്റേതായ ലോകമുണ്ട്. ദേവന്മാർക്കുമുണ്ട് അവരുടെ ലോകങ്ങൾ. അതുകൊണ്ട് പരമസത്യം അരൂപമാണെന്നും രൂപം മായാകൽപ്പിതമാണെന്നുമുള്ള അദ്വൈത സിദ്ധാന്തത്തിൽ കഴമ്പില്ല. രൂപം മായാകൽപ്പിതമല്ലെന്നിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭഗവാനും ദേവന്മാരും ഒരേ സമയം നിലകൊള്ളുന്നുവെന്നും കൃഷ്ണ ഭഗവാൻ സച്ചിദാനന്ദാത്മകനെന്നും ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കാം. സർവോത്കൃഷ്ടമായ പരമസത്യം ആനന്ദമയോഭ്യാസാത് സ്വഭാവേന ആനന്ദപൂർണവും അമേയ ഗുണസമ്പന്നമെന്നും വേദങ്ങൾ ഘോഷിക്കുന്നുണ്ട്. അജൻ, ജനനമില്ലാത്തവൻ, എങ്കിലും താൻ പ്രത്യക്ഷീഭവിക്കുന്നുവെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിലൂടെ നമുക്കറിയാവുന്ന വസ്തുതകളാണിവ. ശ്രീ ഭഗവാൻ സാകാരനല്ലാതാവുന്നതെങ്ങനെയെന്ന് നമുക്ക് ഒരു പ്രകാരത്തിലും മനസ്സിലാക്കാനാവില്ല തന്നെ. ഗീതാ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്വൈതികളുടെ ആരോപണ സിദ്ധാന്തത്തിൽ കഴമ്പില്ല. പരമസത്യമായ ഭഗവാൻ കൃഷ്ണൻ സാകാരനാണ്, വ്യക്തിയുമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.